ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞു ഗൈസ്. 6:10 വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇപ്പം ഞാനും കിച്ചുമോളും പൂക്കോട്ടുപാടത്തെ വീട്ടിലാണ് കേട്ടോ ഗൈസ് ഇരിക്കണത്. തത്തല്ല അവിടെ തത്തന്ന് ക്ലാസ് എക്സാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞത് ഞാൻ അമ്മമ്മയുടെ അടുത്തേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അമ്മ വൈകുന്നേരത്ത് ഇപ്പോൾ വിളിക്കണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾ വരുന്നുണ്ടടി എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കിച്ചുവിനാണെങ്കിൽ നാളെ ഡാൻസിൻ്റെ ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കിച്ചുമോൾക്ക് ഡാൻസിൻ്റെ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പോകണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. മീൻസ് അതായത് നമ്മൾ പോയി തന്നെ ഗൈസ്, ഞാനിവിടെ സെൽഫി ആയിട്ട് വെച്ചിരുന്ന എൻ്റെ ഫോൺ ചാടി ഗൈസ്, ഇനിയും ചാടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പോകണോ പോണ്ടേ എന്നുള്ള ചെറിയ കൺഫ്യൂഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, കിച്ചുമോൾക്ക് നാളെ എക്സാം ഉണ്ട്. എനിക്ക് രാവിലെ റീഡിങ്ങിനും പോകണം. ഞാനിപ്പോൾ ഈ വെയിലൊക്കെ ആയതുകൊണ്ട് തന്നെ നേരത്തെ പോയിട്ട് ഒരു 7 മണി അല്ലെങ്കിൽ 7:30 ആകുമ്പോഴത്തേക്ക് ഇവിടെയാണെങ്കിൽ ഞാൻ ചായയും കടിയൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് ചോറും വെച്ചിട്ട് ചിലപ്പോൾ പോകും, ചിലപ്പോൾ ചോറ് വന്നിട്ട് വയ്ക്കും, അങ്ങനെയാണ്. അപ്പോൾ ഇന്നൊക്കെ ഞാൻ റീഡിങ്ങിന് പോയത് രാവിലെ ചപ്പാത്തിയും കറിയും ഉണ്ടാക്കി, പിന്നെ ചോറും കൂടെ വെച്ചിട്ട് ഞാനൊരു 7:30 ആയപ്പോഴത്തേക്ക് ഞാൻ പോയിട്ടോ. പിന്നെ ഞാൻ 10 മണി ആയപ്പോഴാണ് വന്നത്. അപ്പോൾ തന്നെ ഒരു കുറച്ച് വീടുകളൊക്കെ ബില്ലൊക്കെ കൊടുത്തിട്ട് വന്നു. പിന്നെ വന്നിട്ട് പിന്നെ കറിയൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അതുപോലെ രാവിലെ പോവാമെന്നങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. നാളെയും കൂടെ പോയി കഴിഞ്ഞാൽ അത് തീരും. അപ്പോൾ അവിടുന്ന് രാവിലെ നേരത്തെ ഓടി ഇങ്ങോട്ട് വരണം, പിന്നെ ഇവിടുന്ന് റീഡിങ്ങിന് പോകണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പോകണ്ടേ എന്നുള്ളതിൽ ഇങ്ങനെ നിൽക്കുക. വീട്ടിൽ നമ്മൾ 2 ആളാണുള്ളത്, അതിലൊരാൾ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. 3 ആളാണുള്ളത്, അതിലൊരാൾ പറഞ്ഞാൽ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ കിച്ചുമോട് ഇങ്ങനെ പറയുന്നുണ്ട്, പോവല്ലേ അമ്മ, പോകണ്ടേ പോവല്ലേ അതൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മേലേക്കലൊക്കെ കഴിഞ്ഞു, കിച്ചുമോളും കുളിച്ചിറങ്ങി, വിളക്കൊക്കെ കത്തിച്ചു. ഇനിയിപ്പോൾ ചോറാണെങ്കിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പോയാൽ അതൊക്കെ ബാലൻസ് ആവും. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യമുണ്ട്, അമ്മ വിളിച്ചപ്പോൾ ഞങ്ങൾ എന്താ പറഞ്ഞതറിയോ, അമ്മയോട് പറഞ്ഞു ഞങ്ങൾ വരൂല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ചോറൊക്കെ നമ്മൾ കൊണ്ടുപോകണം ഗൈസ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുറച്ച് ചോറ് കൈ പിടിച്ച് പോയാൽ മതി. എനിക്ക് എന്താ നമ്മൾ രാവിലെ ചോറൊക്കെ വെച്ചിട്ട് പിന്നെ അത് ബാക്കിയാവുക, അത് കൊണ്ടുപോയി പിറ്റേന്ന് കൊണ്ടുപോയി കളയാമെന്നൊക്കെ പറയുമ്പോൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താ ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ എന്തായാലും പോവുകയാണെങ്കിൽ ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം. അമ്മേനോട് ഞങ്ങൾ വരില്ല പറഞ്ഞപ്പോൾ അമ്മ ഞങ്ങൾക്കുള്ള ഫുഡൊന്നും ഉണ്ടാക്കുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവർക്ക് ഉണ്ടാക്കുള്ള ഫുഡേ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ പോവാമെന്ന് വിചാരിക്കുന്നുണ്ട് ഗൈസ്, നോക്കട്ടെ കേട്ടോ. വണ്ടിയിൽ എണ്ണയല്ല. ആദ്യം അത് സത്യം പറഞ്ഞാൽ ഭയങ്കര മടിയാണ് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങി എന്തൊരു മടിയാണ്. ഇതിനകത്ത് വന്ന് കയറിയാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങാം ഭയങ്കര മടി. അപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി അങ്ങനെ. അപ്പോൾ ഇനിയിപ്പോൾ ആദ്യം പോയി വണ്ടിയിൽ എണ്ണ അടിക്കണം, എന്നിട്ട് അങ്ങോട്ട് വെച്ച് ഓടിക്കണം. ഞങ്ങളെപ്പോഴും പറയും ഇപ്പോൾ പൊട്ടിക്കലേക്ക് പോകാൻ ഭയങ്കര ദൂരം കൂടുതലാണെന്ന് പറയും. 5 കിലോമീറ്ററൊക്കെ തന്നെ ഉള്ളൂ, 5-6 കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ ചോക്കാട്ടിക്ക് ഇവിടുന്ന് പെട്ടെന്ന് അങ്ങോട്ട് എത്തും. പൊട്ടിക്കലേക്ക് എത്താനായിട്ട് ഒരുപാട് സമയം എടുക്കണം പോലെ തോന്നും. അപ്പോൾ എന്തായാലും നോക്കട്ടെ. ഞാൻ പോവുകയാണെങ്കിൽ മാറ്റമൊന്നുമില്ല കേട്ടോ. അത് തന്നെ ഒരു ഷോൾ എടുത്തിടും, അത്രയേ ഉള്ളൂ. നേരെ പോയി എണ്ണ അടിക്കുക വിട്. അപ്പോൾ ഓക്കെ ശരി. എനിക്ക് അങ്ങനെ 2 മനസ്സായിട്ട് ഇങ്ങനെ ഇരിക്കണം, പോകണോ പോണ്ടേ എന്നുള്ളത് നോക്കാം. അപ്പോൾ പോവുകയാണെങ്കിൽ ഞാൻ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കട്ടോ. ഞങ്ങൾ ഈ ആഴ്ച ലാസ്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് എക്സാം 2 തീർന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കണം എന്നിങ്ങനെ വിചാരിച്ചിരുന്നു. 1-2 ദിവസമൊക്കെ നിൽക്കണം എന്നുള്ളത് അങ്ങനെ ഒരു പ്ലാനിലിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നോക്കട്ടെ, ചിലപ്പോൾ പോകും, ചിലപ്പോൾ പോയില്ല കേസ്. അങ്ങനെയൊക്കെയുള്ളൊരു മനസ്സിലാണ്. ആ ഡ്രസ്സും
ഗൈസ് ഞങ്ങളിവിടെ എത്തി ഒക്കെ പറ്റിയിട്ടില്ല. ഞങ്ങൾക്കുള്ള ചോറൊക്കെ ആയിട്ടാണ് അതുകൊണ്ടാണ് കിച്ചു കുറെ നേരം നമുക്ക് പോവാന്ന് അപ്പൊ ഓൾക്ക് ഉറപ്പാണ് ഇന്ന് ഇവിടെ ചിക്കൻ വാങ്ങുന്നുള്ളത്. എന്നിട്ട് അങ്ങനെയൊക്കെയുള്ള ചോറ് മാത്രം ചിക്കൻ ഉണ്ടാവും ഞങ്ങൾക്കറിയാം. അപ്പൊ ഞങ്ങൾ ചോറ് മാത്രം കൊണ്ടുപോകും. അത് എന്തവിടെ കാണുന്നില്ലല്ലോ. കളിക്കാൻ പറ്റില്ല. അതിനിപ്പോ ഈ നേരത്തെ ഞാൻ പൊരിക്കണ്ടെന്ന് കിച്ചുവിന് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് കിച്ചു പോകുന്നത്. അപ്പൊ അവിടെ ചിക്കൻ കറിയും ചിക്കൻ പൊരിയുണ്ട്. നിങ്ങളെന്താ ചപ്പാത്തി ഉണ്ടാക്കി? ചപ്പാത്തി ഞാൻ മിഞ്ഞാന്നുണ്ടാക്കി ചപ്പാത്തിയോ? കിച്ചു കൊടുക്കണ്ട. മിഞ്ഞാന്നുണ്ടാക്കി ചോറുണ്ടായിരുന്നു ഫ്രിഡ്ജില്. അവിടുത്തെ ബൾബ് കത്തനല്ല കൈസ്. അതുകൊണ്ടാണ് അവിടേക്ക് വെളിച്ചല്ലാത്തത്. ഈ ബൾബ് മാത്രമേ ഞാൻ വന്നപ്പോ കേടുന്ന് കളഞ്ഞു. ഞാൻ മീൻ്റെ ഉണ്ട്. അതിലെന്താ ചപ്പാത്തി ഒരു വരട്ടി. കിച്ചോനോട് വന്നപ്പോ തത്ത വയ്ക്കുക എന്തിനാ വന്നത്? ശശിയായി. നല്ല കാര്യമുണ്ടെന്നു. അല്ലെങ്കിൽ അപ്പൊ തന്നെ പോന്നൂടേനോ? എല്ലാവരും നോമ്പ് തുറക്കുന്ന തിരക്കിലാണ് ഗൈസ്. ഞങ്ങളങ്ങനെ ഹാളിൽ, അതായത് സിറ്റ് ഔട്ടിലെത്തി. ഹാളിൽ കയറിയത് പോലും തത്ത അറിഞ്ഞിട്ടില്ല കേട്ടോ. കാരണം അവള് ചോറ് ഉണ്ണുന്നുണ്ട്, പിന്നെ ടി വിയിലാണ് ശ്രദ്ധ മൊത്തം കേട്ടോ. ചോറ് ഉണ്ണുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ടി വിയിലാണ് ശ്രദ്ധ. അങ്ങനെ ഞാൻ എൻ്റെ കറക്കൂന്തിൽ കെട്ടാൻ വേണ്ടിയിട്ട് ഒരു ബണ്ണ് നോക്കിയപ്പോൾ വേഗനത് ബണ്ണില്ല കേട്ടോ. പിന്നെ അത് വീണ്ടും അഴിച്ചിട്ടു. ഇനി ഒരു ബണ്ണ് എവിടെയെന്നുള്ള തപ്പി പിടിച്ചെടുക്കട്ടെ. ബണ്ണോ അല്ലെങ്കിൽ ക്രാബോ എവിടെയെങ്കിലും ഉണ്ടോ നോക്കട്ടെ കേട്ടോ. മുടി കുളി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പോകുന്നതുകൊണ്ടാണ് മുടി അങ്ങനെ അഴിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കെട്ടി വെക്കണം. പിന്നെ വേറെ എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയാനുണ്ട്. ഞങ്ങൾ ഓരോ വർത്താനം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം. അമ്മേനെ കാണുമ്പോൾ എന്താ പറയുക, കുറേ ദിവസത്തെ കാര്യങ്ങളൊക്കെ വിളിക്കുമ്പോൾ പറയാത്തൊക്കെ ഉണ്ടാവും. നേരിട്ട് കാണുമ്പോൾ എന്നിങ്ങനെ ഓരോന്ന് പറയാനുണ്ടാവും. അപ്പോൾ ഇവിടെ വൈകുന്നേരത്ത് സീരിയലിൻ്റെ ഒരു സമയമാണ്. അപ്പോൾ തത്ത എന്തോ സിനിമ എന്തോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നീലിയമ്മ എത്തിയിട്ടില്ല. ഞാൻ നീലിയമ്മ എന്താ വരില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ മാറ്റാൻ അങ്ങനെ കൊണ്ടുവന്നിട്ടൊന്നുമില്ല. രാവിലെ തന്നെ പോവും. അങ്ങനെയാണ്. അപ്പോൾ അമ്മ ചീത്ത അറിയേണ്ടത് തത്തേനെ കുറേ സമയമായി ചോറും കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. ചോറ് കഴിഞ്ഞിട്ടും ടി വിക്ക് അങ്ങനെ നോക്കിയിരിക്കാൻ കേട്ടോ. അവൾ അല്ലുവിൻ്റെ ഒരു ഫാനാണ്. അല്ലുവിൻ്റെ മൂവി എത്ര തവണ കണ്ടതാണെങ്കിൽ അങ്ങനെ കണ്ടിരിക്കും. ഒരു 10-20 തവണ കണ്ടാലും അത് ടി വിയിൽ വന്നോ അപ്പം വേറൊന്നുമില്ല, അതന്നെ നോക്കിയിരിക്കുള്ളൂ. അപ്പം അങ്ങനെ അപ്പോൾ കിച്ചുമോളൊരു പനിയനെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. നൈറ്റ് കിടക്കുമ്പോൾ ചുരിദാറിട്ട് കിടക്കണ്ടല്ലോ എന്നും പറഞ്ഞിട്ട്. ഞാൻ പിന്നെ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇത് ഓൾറെഡി ഇത് വീട്ടിലുണ്ട ഒരു ടോപ്പ് തന്നെയാണ്. കടയിലുള്ള ആളന്നെ ഇതാണ് എന്തോ സമൂഹ തുറവിയാണ്. ഞാൻ പറഞ്ഞോട് ആരും വേണ്ടത് അതിലൊക്കെ വന്നതിലൊക്കെ ചിക്കൻ ബിരിയാണിയോ വീഡിയോ കണ്ടു. വീഡിയോ ഞാൻ ഇവിടെ നസീനോട് വിട്ടുതരാൻ പറഞ്ഞിരുന്നു. റാഫിൻ്റെ കൂടെ ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ അമ്മയോട് ചക്ക വേണോ എന്ന് ചോദിച്ചിരുന്നല്ലോ. അപ്പം അമ്മ വേണ്ട പറഞ്ഞു. അപ്പം ഞങ്ങൾ വന്നപ്പോൾ അമ്മ പറഞ്ഞു വേണമെങ്കിൽ അവിടെ ചക്ക ഉണ്ട്, പോയി നോക്കട്ടെ കേട്ടോ, ചെറിയൊരു പീസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാനും കിച്ചനോടും കൂടെ പോയി നോക്കട്ടെ ഉണ്ടെങ്കിൽ ചക്ക. ഇവിടെ പിന്നെ അടുത്തടുത്തടുത്ത് വീടുകളാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കാൻ രാത്രിയായാലും ഞങ്ങൾക്ക് വിഷയമല്ല. കാരണം അത് ചുറ്റി കാണിച്ചു തരട്ടോ. അടുത്തടുത്ത് വീടുകളാണ് കണ്ടോ. ഗൈസ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നല്ല ഇരുട്ടാണ്. പക്ഷേ ഞങ്ങൾക്ക് ലൈറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി നടക്കുന്ന വഴിയായതുകൊണ്ട് ഞങ്ങൾക്കങ്ങനെ ഒരു പേടിയൊന്നും ഇല്ല ഗൈസ്. ഇതും ഒരു വീടാണ് ഗൈസ്. കൂയ് നോമ്പ് പറഞ്ഞാ
എന്തോ തുടങ്ങിയത് ഞങ്ങള് അമ്മയോട് പറയാൻ അങ്ങോട്ട് ചോറും കൊണ്ടാ പോന്നിക്കണതേ. അമ്മ വിളിച്ചപ്പോ ഞങ്ങൾ ഇല്ലായിരുന്നു. പിന്നെ അമ്മ ചീത്തറിയില്ലേ, ഇവിടെ ചോറൊന്നും ഉണ്ടാവും. ഒരു ചപ്പാത്തി ഉണ്ടാക്കിക്കാൻ അവർക്ക് ഉണ്ടാക്കും മാത്രല്ലേ. എടീത് ചെറുതും വലുതായി. അതൊന്ന് വലുതെടുത്തോളി, അത് സാറില്ല വലുതുണ്ട്. മതിയോ? ആ മതി. ഞങ്ങള് നല്ല മതി. ഒരു പീസും കൂടി ആണോ തോന്നുന്നു? വേണ്ട വേണ്ട വെട്ടണ്ട കേട്ടോ, വലുതുണ്ടായിക്കോളി. ചക്ക വാങ്ങാൻ നിങ്ങളെ മരുവോളടുത്തേക്ക് മുറുക്കിയടിച്ചോ. ചക്ക ഇതിലേക്ക് ഇടട്ടെ. ഇവിടെ ഓരമില്ല. നിങ്ങൾക്ക് കഴിഞ്ഞെത്തും. രാവിലെ പോയാല് ഞാൻ സ്കൂളിലേക്ക് വണ്ടാക്കി കൊടുക്കണം. അത് ചേരായിട്ടുണ്ട്. അറിയില്ല. ഞങ്ങളപ്പുറത്ത് അമ്മയുടെ ഇവിടെ കിടക്കല്. അങ്ങനെ ചക്കച്ചോളയൊക്കെ പറിച്ച് പാത്രത്തിലിട്ടു. പാത്രത്തിലേക്ക് ഇടുന്നതിനേക്കാൾ എൻ്റെ വായിലേക്കാണ് പോയിട്ടുള്ളത്. ഞാൻ ചോള പറിക്കണമുണ്ട്, തിന്നണമുണ്ട്. ഏതായാലും കുറച്ച് ബാക്കിയുള്ള ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒന്ന് തണുത്തിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റ് കേട്ടോ. അങ്ങനെ അകത്തേക്കൊക്കെ വന്ന് പിന്നെ കൈയൊക്കെ കഴുകി വന്നപ്പോഴത്തേക്കും കട്ടിൽ കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അമ്മ കൊടുന്നിട്ടതാണ്, അമ്മേൻ്റെ ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ് കേട്ടോ. ഓൺ വോയിസ് ഇടാമെന്ന് വിചാരിച്ചു. ഫുള്ള് ഞാൻ ഓൺ വോയിസ് ഇടാമെന്ന് വിചാരിച്ചത്. പക്ഷേ ടി വിൻ്റെ സൗണ്ട് ഇങ്ങനെ വരുന്നതുകൊണ്ട് പേടി കോപ്പി റൈറ്റ് എങ്ങാനും വരുമോ എന്നുള്ളത്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഓൺ വോയിസ് വിടുന്നുണ്ട്, ഇടയ്ക്ക് ഞാനിങ്ങനെ പറയും, പിന്നെ റെക്കോർഡ് ചെയ്യാൻ കേട്ടോ. കാരണം ഇനിയിപ്പോൾ കോപ്പി റൈറ്റ് വരുമോയെന്ന് അറിയില്ല ടി വിയിൽ, അതിങ്ങനെ ഡയലോഗ്സൊക്കെ കേൾക്കുമ്പോഴേ. അപ്പോൾ അമ്മ ഇപ്പം അധികം പിന്നെ ചുരിദാറാണ് ഇടുന്നത്. ചുരിദാറാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ കുറേ ചുരിദാറുണ്ട് അമ്മയ്ക്കിപ്പോൾ. ഈ കോട്ടൻ്റെ മാക്സി ബിറ്റ് ഉണ്ടല്ലോ, അതിങ്ങനെ വാങ്ങിയിട്ട് ടോപ്പ് തയ്ക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് പാൻറ്റും ഷാളും അങ്ങനെ ഒരേ കളറിൽ അങ്ങനെ വാങ്ങുക. അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കണം, അപ്പോൾ കുറേ ചുരിദാറുകളുണ്ടല്ലോ എന്നിങ്ങനെ പറയാം. അപ്പം അമ്മ പറയണ്ട, അതിനിടെ വലിയ വിലയൊന്നുമില്ല, വില കുറവുള്ളതൊക്കെ അങ്ങനെ ടോപ്പ് ഇത് വാങ്ങുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കട്ടിൽ നിറച്ച തുണികളായിരുന്നു. അമ്മ മടക്കി വെച്ചിട്ടില്ല തോന്നുന്നുണ്ട്. കാരണം വന്നപ്പോൾ ഇന്ന് തത്തുള്ളതുകൊണ്ടേ ഓക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കല്ലായിരുന്നു. അപ്പം അങ്ങനെ ഞാനും തന്നെ വിളിച്ച് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് ചോറ് കൈ പിടിച്ചുകൊണ്ട് പോരുകയാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ ബാക്കിയുള്ള തുണികളൊക്കെ അങ്ങനെ മടക്കി വെക്കട്ടെ. അവരെന്തൊക്കെയോ പറയുന്നുണ്ട്, അതിനെ വർത്താനം പറയാൻ കേട്ടോ. പക്ഷേ പിന്നെ സൗണ്ട് ഇടാനൊരു പേടിയുണ്ട്, എന്താണെന്നുള്ള അറിയില്ല, കോപ്പിറൈറ്റ് വരുമോ എന്നുള്ളതൊക്കെ അറിയില്ല. അല്ല അത് ശരിയാട്ടോ, മരുന്നിന് ശരിയാ. അമ്പലത്തിക്ക് തക്കാളി പ്രശ്നമുണ്ടേ. സാമ്പാർ തക്കാളി ഇഷ്ടമാണ്. രണ്ടില്ലെങ്കിൽ ഉണ്ടാവില്ലേ എന്തൊക്കെ മക്കൾക്കും
ഒന്നും കാട്ടില്ലേ അത് അന്ന് അങ്ങനെ ചവിട്ടി ചാടി വെള്ളമില്ലാതെ തിരുമ്പാതെ കൊണ്ടാലേ വൈകുന്നേരം വരെ കേട്ടോ. ചെറുക്കി അത് രാവിലെ കുറെ പറഞ്ഞു തിരുമ്പി കൊണ്ടുപോയി ആ എന്നാടാ ഞാൻ എവിടേക്ക് എടുത്തേക്കില്ല പോയി കുടുങ്ങി മുത്തശ്ശി പോയി കുട്ടമാമേനോടെ പോയിട്ട് 1 മാസം കഴിഞ്ഞില്ലേ 2 മാസമായി വെള്ളം കയറ്റാൻ കിട്ടിയതിനകത്ത് നമ്മള് വെള്ളം അല്ലെങ്കിൽ നമുക്ക് ശരിയാവില്ല. അവിടത്തേക്ക് നമ്മള് 2 നേരം ഇടുന്നുണ്ട്. പാത്രം മോറിന് ഇജ്ജ് പാത്രം മോറണ്ട ഞാൻ പോകില്ല. വിളിച്ച പാത്രം ഞാൻ പോകില്ല. വന്നവര് പിന്നെ ചിലപ്പോ ഉച്ചക്ക് എന്തിനാണോ പറഞ്ഞു ചൂടങ്ങനല്ലേ. നമുക്ക് വളർന്ന് കളിക്കുന്ന ആൾക്കാരാണ്. നമ്മളൊന്നും എവിടെയും പോയാൽ നിലനിൽക്കൂല. പാത്രം മോറില് അവിടെ ചെന്നപ്പോ പറഞ്ഞു എന്നോട് അമ്മയെ അറിഞ്ഞ് പാത്രം മോറിട്ടുണ്ടോ വെള്ളമില്ലായിട്ടേ 2 ടാങ്ക് വെള്ളം അടിച്ചു. അപ്പോൾ അങ്ങനെ തുണികളൊക്കെ ഞാൻ മടക്കി കൊടുത്തു. അമ്മ അത് എവിടേക്ക് എടുത്തേക്കണെന്ന് വെച്ചാൽ അങ്ങനെ എടുത്തു വെച്ചിട്ടോ. ഇനിയിപ്പോൾ അമ്മ ഓരോ സ്ഥലത്തും ഇങ്ങനെ മാറ്റി മാറ്റി വെക്കണല്ലോ. അപ്പോൾ മടക്കാളൊക്കെ മടക്കി വെച്ചു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചോറിനാനിങ്ങനെ പറയേണ്ടിയിരുന്നു കേട്ടോ. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതന്നെ അമ്മ പറയണത് ഇങ്ങനെ വരുന്ന സമയത്ത് ഓടി ഇങ്ങോട്ട് കാണുള്ളൂ. 3 കുട്ടികളുണ്ട് അപ്പുറത്ത് കേട്ടോ. കിച്ചുമോളൊക്കെ ഒപ്പമുള്ള കുട്ടികളാണ്. അപ്പോൾ ഞങ്ങൾ വരുന്ന സമയത്ത് മാത്രമേ ഒരു വരുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ അന്ന് ഒരു വന്നു പോയതാണ്. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല പറയുന്നുണ്ട്. അപ്പോൾ വന്നാൽ അങ്ങനെ ഇവിടെ വന്ന് കിടക്കുകയോ ഇരിക്കുകയൊക്കെ ചെയ്യട്ടെ അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കും കുട്ടികളെ. അപ്പോൾ ഓരുണ്ടെങ്കിൽ നല്ല രസമാണ്. അപ്പോൾ അതിന് ഞങ്ങൾ വരുന്ന സമയത്തും വീട് മൊത്തം ആളാവും. പിന്നെ ഭയങ്കര വർത്താനവും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ എല്ലാവരും അവിടെ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയുകയാണ്. അപ്പം അമ്മ അങ്ങനെ പറയുന്നുണ്ട് ചോറിനാൻ അങ്ങനെ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞു കേട്ടോ. ഞാൻ ചോറുണ്ടു. കിച്ചുമോൾ ഉണ്ടിട്ടില്ല. കിച്ചുമോൾ കുറച്ച് ആയിട്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. നീലിയമ്മയോട് ചോറിനാൻ പറഞ്ഞപ്പോൾ വേണ്ട ചോറൊന്നും വേണ്ട ചോറൊക്കെ വെച്ചിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ നീലിയമ്മ വൈകുന്നേരം ആകുമ്പോൾ വെറുതെ ഇങ്ങനെ വരും കേട്ടോ. കുറച്ച് നേരമൊക്കെ TV ഒക്കെ കണ്ടിരുന്ന് പിന്നെ അങ്ങനെ നീലിയമ്മ എൻ്റെ വീട്ടിൽ പോകും. അങ്ങനെയാണ്. അമ്മ ഇവിടെ ഒറ്റയ്ക്കാണല്ലോ ഇരിക്കണത്. അപ്പോൾ ഓരോട് മക്കളോട് അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു. എല്ലാവരും ഉണ്ടാകുമ്പോൾ നല്ല രസമാണല്ലോ. ഇനിയിപ്പോൾ ഞങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ പഴയ പോലെ തന്നെ അമ്മയും നീലിയമ്മയും മാത്രമാവും. പക്ഷെ അവർക്ക് അങ്ങനെ എന്താ പറയുക ഒരു ഒറ്റയ്ക്ക് അങ്ങനെയൊന്നുമില്ല. TV ഉള്ളതുകൊണ്ട് പിന്നെ TV തുറന്ന് വെച്ചിരുന്നാൽ അതങ്ങനെ ഒരാളനക്കുള്ള പോലെയാണല്ലോ. അങ്ങനെ ചോറ് കൊണ്ട് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളെ ചക്ക ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ തണുത്തിട്ടുണ്ടായിരുന്നാലും ചക്ക ഇങ്ങനെ എടുത്ത് വീണ്ടും തിന്നുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. നമ്മൾ TV ഇവിടെ തുറന്ന് വെച്ചതുകൊണ്ടാണ് എനിക്ക് ശരിക്കും ഓൺ വോയിസ് കണ്ട് വിട്ടാൽ മതി. അപ്പോൾ അതിലൊരു പേടി കാണില്ല. ഇങ്ങോട്ടേക്ക് കാര്യങ്ങളൊക്കെ അങ്ങോട്ടേക്ക് ഇനിയിപ്പോൾ വലിയ കുട്ടിയായിട്ട് ഗൈസ് വലിയ കുട്ടിയായി. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. സ്വിച്ച് ഓഫ് ആക്കാൻ അപ്പോൾ ഗൈസ് ഞങ്ങൾ ചോറൊക്കെ കൊണ്ട് കിടന്നു കേട്ടോ. നേരത്തെ കിടന്നുണ്ട്. കാരണം നേരത്തെ എണീക്കണം. രാവിലെ റീഡിങ് എടുക്കാൻ വേണ്ടിയിട്ട് പോകണക്ക് അമ്മയ്ക്ക് പണിയുണ്ട്. അപ്പോൾ രാവിലത്തെ വിശേഷങ്ങൾ പറ്റുകയാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. കാരണം തിരക്കാവും രാവിലെ. മക്കൾക്ക് 2 കിച്ചുമ്പോട്ട് നാളെ എക്സാം ഉണ്ട്. തത്തയ്ക്ക് എക്സാം ഇല്ലാത്തതുകൊണ്ട് തത്ത നാളെ ഇവിടെ നിൽക്കും. എന്നിട്ട് മറ്റന്നാളേ വരുള്ളൂ. പിന്നെ ഞാൻ വേഗം ഞാനും കിച്ചുമ്പോഴും നേരത്തെ പോകും. എനിക്ക് അവിടെ ചെന്നിട്ട് വേണം പിന്നെ നമ്മുടെ റീഡിങ്ങിൻ്റെ ഷീറ്റൊക്കെ എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മളെ റീഡിങ്ങിന് പോകണം. പിന്നെ എന്താ അതൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ പുതുപ്പൊക്കെ എങ്ങനെയാണ് അവിടെ എത്തിയത്? ഈ ബിസ്ക്കറ്റുകൾ ഇട്ട് അതുകൊണ്ട് പിന്നെ മേശയമേ വെണ്ടയ്ക്ക തക്കാളി കറി എല്ലാവരുടെ ക്യാമറയ്ക്ക് ഒഴിച്ചത് ഇന്നത്തെ ചിക്കൻ കറി ഗൈസ്. അത് വെണ്ടയ്ക്കും തക്കാളി വറവിടേണ്ട ഉള്ളി പിന്നെ അപ്പം അപ്പം അതിലും ഉണ്ടല്ലോ അപ്പം
അപ്പോൾ വാങ്ങിച്ചാൽ കുടിക്കാൻ പോയി പരീക്ഷ ജോറ് ബാർ പണികൾ നടക്കണ കഴിച്ചു. പള്ളിയിൽ ഇതാണ് നമ്മുടെ ഇവിടുത്തെ പള്ളി കേട്ടോ. കണ്ടോ, നമ്മുടെ അടുക്കളയും ഇവിടുത്തെ പള്ളിയും ഏകദേശം ഒരു സ്ഥലത്താക്കണ്ടില്ലേ. എന്തുകൊണ്ട് അപ്പോൾ നമ്മൾ രാവിലത്തെ വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ. ഞാൻ എണീറ്റ് ബ്രഷൊക്കെ ചെയ്തു. കുളിക്കാൻ നമുക്ക് ഡ്രസ്സ് മാറ്റാനില്ല, ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഞാനൊരു ഗ്ലാസ് വെറുതെ കട്ടൻ ചായ ഇട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കിച്ചുമോള് അപ്പവും രാത്രിയിലുള്ള ചിക്കൻ കറിയാണ് അതൊക്കെ കഴിക്കുന്നുണ്ട്. അമ്മതാ പോകാൻ വേണ്ടി റെഡി ആവുകയാണ് കേട്ടോ ഗൈസ്. ടീച്ചർമാരെ വേഗമാണ് അതിലെന്താണുള്ളത്? കയ്യൊക്കെ പിന്നുത്തിയേക്ക രണ്ടും പിന്നാത്തി. ഇവിടെ വേഗമുണ്ടെന്നല്ല ഇതിലോ? വേദനയുടെ ഗുളിക നേരം വെളുത്തിട്ടില്ല സത്യത്തില്. രണ്ട് പിന്നാത്തിക്കുന്നുണ്ടോ? അവിടെ ഉള്ള ആ ചുരിദാറിന്റെ ഷാള് സെപ്പറേറ്റ് അങ്ങനെ വാങ്ങിയതാ? സെറ്റാ? ഏതാ പുള്ളിയല്ലേ? അതല്ലേന്നു, പക്ഷെ അത് ഇവിടെ കൊടുന്നു മാക്സി തുണിയല്ലേ? എവിടുന്നാണ് അത് കീറിയിട്ട് 50 റുപ്യ ഈ മാക്സി തുണിക്ക്. രസമുണ്ട് സംഭവം. കേട്ടാ മണം കുളിച്ചിട്ടില്ല. എന്നാ പോയി കഴിഞ്ഞാൽ നോക്കിക്കോളാം. ആയിട്ടില്ലല്ലോ. ആ ചെറിയ വെച്ചോളൂ. ആഹാ, നല്ല വെളിച്ചുണ്ടല്ലേ ഗൈസ്. നല്ല ഇരുട്ടാണ് ഗൈസ് പുറത്ത്. ഇതിലല്ല അതിലെ പോക്ക്. വെറും ബ്രഷ് ഉണ്ടല്ലേ കയ്യിൽ, ഒരു വൃത്തിയിട്ടണല്ല. 800 ഉണ്ടെങ്കിൽ ഗൈസ്. അപ്പോൾ അമ്മ പോയി, തത്ത എണീറ്റിട്ടില്ല. കിച്ചുമോള് ചായ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കട്ടൻ ചായയും ബിസ്ക്കറ്റും കഴിച്ചു ഗൈസ്. അമ്മ കലക്കി വെച്ചിട്ടുള്ള ചീയപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്നലെ ചിക്കൻ വാങ്ങിയിട്ടുണ്ട്, ചിക്കൻ കറിയുണ്ട്. പക്ഷെ അതൊന്നും ഈ ഒരു സമയം ആയതുകൊണ്ട് കഴിച്ചാൽ പോവാത്തത് കൊണ്ട് ഇവിടെ അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോസായിട്ട് കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.